ഹായ് ആൾ, വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. ഒരു വലിയ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ബാങ്ക് ആസ്പിരൻസ് കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നു കഴിഞ്ഞു. ബാങ്ക് കോച്ചിങ്ങിൽ കോമ്പസാണ് രാജാവെങ്കിൽ ബാങ്കുകളിൽ രാജാവായ SBI PO നോട്ടിഫിക്കേഷൻ, അതായത് ഏറ്റവും വലിയ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ 2026 വന്നു കഴിഞ്ഞു. ഏകദേശം 1500ഓളം വേക്കൻസിയുമായി. കഴിഞ്ഞ വർഷം അത് 500 ബാങ്ക് ആസ്പിരൻസിന് വളരെ സന്തോഷം ചെല്ലുന്ന ഒരു അതായത് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു ബാങ്ക് ജോബ് RBI ഒഴിച്ചു നിർത്തിയാൽ അതിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് ബാങ്ക്, എല്ലാവരുടെയും സ്വപ്നം, ആ PO പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ നിന്ന് കിട്ടുന്നത്. നമുക്കതിൽ നിന്ന് പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണോ അത് എക്സ്ട്രാക്ട് ചെയ്ത് മാറാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് കാറ്റഗറി വൈസ് വേക്കൻസീസാണ്. കാറ്റഗറി വൈസ് വേക്കൻസീസിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ കാറ്റഗറി വേക്കൻസി കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 1500 സെക്ഷൻ വൈസ്, അതായത് ഓരോ റിസർവേഷൻ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ജനറലിന് 588, OBC 390, അങ്ങനെ പോകുന്നു. EWS മൊത്തം ബാക്ക്ലോഗ് കഴിഞ്ഞ വർഷത്തെ 54 വേക്കൻസിയും ടോട്ടൽ ഈ വർഷത്തെ 1446 വേക്കൻസിയും കൂട്ടി 1500. കഴിഞ്ഞ വർഷം ഇത് 500 ശിഷ്ടമായിരുന്നു. അപ്പോൾ അതിനേക്കാൾ 2 ഇരട്ടി കൂട്ടി ഇപ്രാവശ്യം SBI എല്ലാവർക്കും പ്രതീക്ഷ നൽകി. ഇതാണ് കാറ്റഗറി വൈസ്. നിങ്ങളുടെ കാറ്റഗറി നോക്കുക, നിങ്ങളുടെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് നോക്കുക. അതാണ് ഡീറ്റെയിൽസ്. നമുക്ക് മേജർ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടത് ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് നോട്ട് ബിലോ 21 ഇയേഴ്സ് ആൻഡ് നോട്ട് എബോവ് 30 ഇയേഴ്സ്. ഏത് ഡേറ്റ്? 1/4/2026 ഇത്രയും ആയിരിക്കണം, ഇതിനപ്പുറം പോകരുത്. അതായത് കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ലേറ്റർ ദാൻ 1/4/2005 കഴിയരുത്. ദെൻ നോട്ട് ഏർലിയർ ദാൻ 2/4/1996 തൊട്ട് ഇവിടെ വരെയുള്ളവർക്കാണ് ഈ ഒരു ഇതിലേക്കുള്ള ഇത് കഴിയുകയും ചെയ്യരുത്. ബോത്ത് ഡേയ്സ് ഇൻക്ലൂസീവായിട്ടാണ് ഏജ് വരുന്നത്. ഇനി നമ്മൾ എസൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു POയ്ക്ക് വേണ്ടത് ബേസിക് ഡിഗ്രി തന്നെയാണ്. അതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ. സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ഇതാണേലും ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് വേണ്ടത്. ഫൈനൽ ഇയർ സെമസ്റ്റർ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം, പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവരത് കാണിക്കുകയും വേണം. SBI PO അങ്ങനെ എത്ര പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. അതിന് നല്ല പ്രിപ്പറേഷൻ വേണം, അതറിയുകയും ചെയ്യാം എല്ലാവർക്കും. ഡിഗ്രിയാണ് മേജർ. ദെൻ നമുക്ക് നോക്കാം ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾസ്. നിങ്ങൾക്ക് അറിയേണ്ടത് ഇന്ന് തൊട്ട് എന്ന് തൊട്ടാണ് അതിൻ്റെ ഇത് തുടങ്ങുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് 8/7 വരെയുണ്ട്. ജൂലൈ 8 വരെ ഇതിൻ്റെ കാലാവധിയുണ്ട്. പേയ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ അത് തന്നെയാണ്. ദെൻ പ്രിലിമിനറി എക്സാമിനേഷൻ കോൾ ലെറ്റർ. പ്രിലിമിനറി ഏകദേശം വരുന്നത് ഓഗസ്റ്റിലാണ്. ടെൻറ്റേറ്റീവാണ് ഇതൊക്കെ, പക്ഷേ നടക്കും. കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഓഗസ്റ്റ് 2026 ആണ്. ദെൻ മെയിൻ എക്സാം വരുന്നത് സെപ്റ്റംബർ 2026. ഫേസ് 2 മെയിൻ എക്സാം വരുന്നത് സെക്കൻഡിലാണ്. ദെൻ അതിലേക്ക് വരുന്ന അടുത്ത ഫേസ് 3 വരുന്നത് സൈക്കോമെട്രിക് ഗ്രൂപ്പ് എക്സസൈസ് ഇൻ്റർവ്യൂ ഒക്കെ വരുന്നത് അതിലേക്കാണ്. അവസാനം ഡിക്ലറേഷൻ നവംബർ ഡിസംബറിലേക്കാവുമ്പോൾ ഇതിലേക്ക് വരും. ഒക്ടോബർ നവംബറിൽ ഫേസ് 3 നടക്കും. നവംബർ ഡിസംബറോട് അധികം താമസിയാതെ ഈ വർഷം അവസാനത്തോടു കൂടി റിസൾട്ടും പബ്ലിഷ് ചെയ്യും. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ഏകദേശം നമുക്കറിയാൻ പറ്റും. ഇതിലേക്ക് ആറ്റുനോറ്റിരിക്കുന്നവരുടെ ഡിസംബർ ആകുമ്പോൾ അവരുടെ ഭാവി എന്താണെന്ന് അറിയാൻ പറ്റും. ഇനി നമുക്ക് നോക്കേണ്ടത് നിങ്ങൾക്കെല്ലാം അറിവിലേക്ക് ചെയ്യേണ്ട SBI POയുടെ പാറ്റേൺ മാറിയിരുന്നു. അവിടെയാണ് നമുക്ക് നോക്കേണ്ടത്. പ്രിലിംസ് എക്സാമിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തവർ മാറി. ഇംഗ്ലീഷ് 40, ബാക്കി രണ്ടും 30, അങ്ങനെയാണ് 100. എന്നാൽ IPS POയും IPS ക്ലർക്കും 35-30, 35-35, QA 35, റീസണിങ് 35 ആൻഡ് ഇംഗ്ലീഷ് 30 എന്നുള്ളതാണ്. ഇവിടെ 100 മാർക്കിലേക്കാണ് അത് വരുന്നത്. ടോട്ടൽ 100. ഇത് ചേഞ്ച് ആയതാണ് ഓർക്കുക. SBI PO കഴിഞ്ഞ വർഷം തൊട്ട് ഇംഗ്ലീഷ് 40 ആക്കി 30ൽ നിന്ന് മറ്റവർ 2 വരെ 5 മാർക്ക് കുറയ്ക്കുകയും ചെയ്തു. പ്രിലിമിനറിയുടെ മാർക്ക് SBI PO സെഷണൽ കട്ട് ഓഫ് ഇല്ല എന്നുള്ളതാണ്. SBI POയ്ക്ക്. എന്നാൽ IPSനുണ്ട്,
എല്ലാത്തിനും ഉണ്ട്. എന്നാൽ SBIPOയ്ക്ക് സെഷണൽ കട്ട് ഓഫ് ഇല്ല. എന്നാൽ IPSന് ഇതെല്ലാം കാണും. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളുക. സോ ഇതാണ് ഫസ്റ്റ് ഫേസ്. എന്നാൽ ഈ ഫസ്റ്റ് ഫേസ് പാസ്സായാലാണ് സെക്കൻഡ് ഫേസിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഫേസിൻ്റെ മാർക്ക് ഒരിക്കലും ഇതിൽ കൂട്ടുകയില്ല. അതിനാണ് നമുക്ക് സെക്കൻഡ് ഫേസിലേക്ക് പോകാം. സോ അവിടുന്ന് ഇതിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സെക്കൻഡ് ഫേസ്, അതായത് മെയിൻസ്. ഇതാണ് വിത്ത് ഡിസ്ക്രിപ്റ്റീവ് ആണ്, ഓർക്കുക. ഇതാണ് മെയിൻസിൻ്റെ പാറ്റേണിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. റീസണിങ് 40 ക്വസ്റ്റ്യൻ 60 അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഡാറ്റ അനാലിസിസും അതുപോലെ. പക്ഷേ ഇംഗ്ലീഷ് അവർ ചോദിച്ചാൽ പ്രിലിംസിന് ഇംഗ്ലീഷിൻ്റെ റേറ്റ് കൂട്ടിയിട്ട് മെയിൻസിലേക്ക് വന്നപ്പോൾ 40 ക്വസ്റ്റ്യൻ 20 മാർക്ക് മാത്രമാണ് ഇതിലേക്ക് വരുന്നത്. 40 ക്വസ്റ്റ്യൻ 20 മാർക്കാണ് വരുന്നത്. അപ്പോൾ റീസണിങ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ കൂട്ടി. ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 20 മാർക്കാണ്. എന്നാൽ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം അവിടെ കൊണ്ട് തീർന്നില്ല. നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും അതിൻ്റെ കൂടെ വേണം. അതായത് മെയിൻസ് നിങ്ങൾക്ക് 200 മാർക്കിന് ഒബ്ജക്റ്റീവും 3 മണിക്കൂറിൻ്റെ. അത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് വരും. ഡിസ്ക്രിപ്റ്റീവിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇമെയിൽ കാണും, ഇമെയിൽ പഠിക്കണം. സിറ്റുവേഷൻ അനാലിസിസ്, ഒരു സിറ്റുവേഷൻ തന്നെ അനാലിസ് ചെയ്യാൻ പഠിക്കണം. എയ്തർ റിപ്പോർട്ട് റൈറ്റിംഗ് ഓർ പ്രസീവ് റൈറ്റിംഗ്. ഇങ്ങനെ 3 ഓപ്ഷൻസാണ്. 3നും 10 മാർക്ക് വെച്ചാണ്. നേരത്തെ അത് 50 മാർക്കായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അത് 30 മാർക്കിലേക്ക് ചുരുങ്ങി. അതാണ് മാറ്റം. നോക്കിയേ, 230 മാർക്ക്. നേരത്തെ അത് 250 ആയിരുന്നു. 230 മാർക്ക്. ഇത് മൊത്തം കൂടെ കൂട്ടിയിട്ടാണ് 230 മാർക്ക്. അതിന് 30 മിനിറ്റാണ് ഡിസ്ക്രിപ്റ്റീവിന്. അങ്ങനെ മൊത്തം നിങ്ങളുടെ മെയിൻസ് എക്സാം 3 മണിക്കൂർ 30 മിനിറ്റാണ് ഇതിലേക്ക് വരുന്നത്. അങ്ങനെ നിങ്ങൾ മെയിൻസ് പാസ്സായി എന്ന് വിചാരിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഫേസ് 3 ആണ്. നമുക്ക് ഫേസ് 3യുടെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ മെയിൻസ് എക്സാം പാസ്സായി എന്ന് കരുതുക. മെയിൻസ് എക്സാം പാസ്സായെങ്കിൽ സെക്കൻഡ് ഫേസ് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഫേസ് 3 ആണ്. അവിടെ എന്തൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്? ബാങ്കിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത. എന്തുകൊണ്ട് SBIPയെ മഹത്തരമാക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ സെലക്ഷൻ പ്രോസസ്സാണ്. ബാക്കി PO IPS PO ആണെങ്കിൽ നിങ്ങളെ മെയിൻസ് കഴിഞ്ഞ് കാത്തിരിക്കുന്നത് ഒരു ഇൻ്റർവ്യൂ മാത്രമാണ്. എന്നാൽ SBIPOയ്ക്ക് എന്താണ് വ്യത്യാസം? നമുക്കതിലേക്ക് നോക്കാം. നിങ്ങളെ ആദ്യം കാത്തിരിക്കുന്നത് സൈക്കോമെട്രിക് ടെസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് മാർഗ്ഗമൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ പേഴ്സണാലിറ്റി അളക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇത് പങ്കെടുത്ത് ഇതിൽ വിജയിക്കുക എന്നുള്ളതല്ല, പങ്കെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഇൻ്റർവ്യൂവിന് മുമ്പേ ഇതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനൊരു ഡേറ്റ് വരും. ആ ഡേറ്റിൽ പങ്കെടുത്താൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ ബാക്കിയുള്ള ഫേസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ. സോ നിങ്ങൾക്കൊരു SBIയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് സൈക്കോമെട്രിക് ഉണ്ട്, അതിന് മാർഗില്ല, ഓർത്തോളുക. ജസ്റ്റ് അനലൈസിങ്, നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് അനലൈസ് ചെയ്യാൻ. ദെൻ 2 ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പ് എക്സസൈസ്. ഇതിനെയാണ്, ഈ 2 എണ്ണത്തിനെയാണ് ഗ്രൂപ്പ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇത് 2 ഉൾപ്പെടും 10 മാർക്ക് വെച്ചിട്ട്. അതാണ് 20 മാർക്ക് എന്ന് പറയുന്നത്. ഇത് അവിടെ വെച്ചും തീർന്നില്ല. ദെൻ ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നത്. സോ ഇൻ്റർവ്യൂവിന് 30 മാർക്ക്, അങ്ങനെ ടോട്ടൽ 50 മാർക്ക്. നോക്കുക നിങ്ങൾ ഏതൊക്കെ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു SBIPO ആകുന്നത്. SBIPOയ്ക്ക് എന്തുകൊണ്ട് സൊസൈറ്റിയിൽ ഇത്രയും വാല്യൂ, SBIPOയ്ക്ക് എന്തുകൊണ്ട് ഇത്രയും ശമ്പളം എന്ന് ചോദിക്കുന്നവരോട് ഒരു ഇതേ ഉള്ളൂ. ഏകദേശം അവർ നല്ലൊരു ഇത് നീന്തി കടന്നിട്ടാണ് അവരാ ഇതിലേക്ക് വരുന്നത്. ആ പ്രോസസ്സ് കണ്ടാൽ നിങ്ങൾക്കറിയാം. ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യണം, ഗ്രൂപ്പ് എക്സസൈസ് ചെയ്യണം, ഇൻ്റർവ്യൂ ചെയ്യണം. ഇവിടെയൊക്കെയും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ലെവലും നിങ്ങളുടെ കോൺഫിഡൻസും ഒക്കെ അവർ അളന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മെയിൻസും മാർക്കും നിങ്ങളുടെ ഈ 50 മാർക്കും കൂടെയാണ് അവർ നിങ്ങളുടെ ഫൈനൽ സെലക്ഷനിലേക്ക് വരുന്നത്. പ്രിലിംസിൻ്റെ മാർക്ക് അവിടെ കൂട്ടില്ല, സൈക്കോമെട്രിക്ക് മാർക്കില്ല. ബാക്കിയുള്ളതിൻ്റെ മാർക്ക് കൂട്ടിയാണ് നിങ്ങളെ ഇനിയും ഫൈനൽ സെലക്ഷനിലേക്ക് എത്തുന്നത്. നിങ്ങൾ ഇതും അറ്റൻഡ് ചെയ്തു എന്ന് കരുതുക. എങ്ങനെയാണ് നിങ്ങൾ ഫൈനൽ സെലക്ഷനിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി ഫൈനൽ സെലക്ഷനാണ്. പ്രിലിംസ് കഴിയുമ്പോൾ പ്രിലിംസിന് സെഷൻ കട്ട് ഓഫ് ഇല്ല, എന്നാൽ മെയിൻസിന് സെഷൻ കട്ട് ഓഫ് ഉണ്ട്. അതൊരു വ്യത്യാസമാണ്, അത് ഓർത്തോളുക. ഓരോന്നിനും സെഷൻ കട്ട് ഓഫ് വിജയിക്കണം, ടോട്ടലും വിജയിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇൻ്റർവ്യൂവിനും അതുപോലെ ഉണ്ട്. ഇൻ്റർവ്യൂ GDയുടെ മാർക്ക് നിശ്ചയിക്കുന്നത് ബാങ്ക് തന്നെയാണെന്ന് അവരുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത് എന്താണ് കട്ട് ഓഫ് വേണ്ടത്. എല്ലാത്തിനും കട്ട് ഓഫ് ഉണ്ട്. പ്രിലിംസിന് മാത്രമേ ഉള്ളൂ സെഷൻ കട്ട് ഓഫ് ഇല്ലാത്ത, ബാക്കി എല്ലാവർക്കും കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ഇനി ഈ 2 മാർക്കും കൂടെ കൂട്ടി ആണ് നിങ്ങൾ സെലക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞാൽ × 10 ആളുകളെ എടുക്കും. ഇപ്പോൾ 1500 ആണെങ്കിൽ അവർ × 10 15,000 പേരെ എടുക്കും. അത് കഴിഞ്ഞ് മെയിൻസിലേക്ക് വരുമ്പോൾ × 3 ആണ് എടുക്കുന്നത്. അവിടേക്ക് വരുമ്പോൾ അതിലേക്ക്. സോ ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോൾ വീണ്ടും കുറേ മെയിൻസ് കഴിഞ്ഞിട്ട് വരുന്നത്. സൈക്കോമെട്രിയിലേക്ക് വരുമ്പോഴാണ് × 3 എടുക്കുന്നത്. മെയിൻസിൽ ഇച്ചിരൂടെ ആളുകളെ എടുക്കും. 15,000 അല്ല, അതിൽ കൂടുതൽ ആളുകൾ. എന്നാൽ സൈക്കോമെട്രിയിലേക്ക് വരുമ്പോൾ × 3 എടുക്കത്തുള്ളൂ. കാരണം ഇൻ്റർവ്യൂവിന് 3-1 നിങ്ങളുടെ ചാൻസ്. സോ അവിടെ നിങ്ങളുടെ എങ്ങനെയാണ് സെലക്ഷൻ വരിക നോക്കുക. അവരെന്താണ് ചെയ്യുന്നത്?
ഇതിനെയാണ് നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ നോക്കുക, നിങ്ങളുടെ 230ൻ്റെ മാർക്ക്, 230ൻ്റെ ടോട്ടൽ മാർക്ക് അവർ എത്രയിലേക്ക് കൺവേർട്ട് ചെയ്യും? 75ലേക്ക് കൺവേർട്ട് ചെയ്യും. നിങ്ങളുടെ ഗ്രൂപ്പ് എക്സസൈസിൻ്റെ മാർക്ക് 50 എത്രയിലേക്ക് കൺവേർട്ട് ചെയ്യും? 25ലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ 280യെ അവർ 100ലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ഓർക്കുക, നിങ്ങളുടെ മെയിൻസിൻ്റെ വെയിറ്റേജ് 75ഉം GD ഇൻ്റർവ്യൂവിൻ്റെ വെയിറ്റേജ് 25ആണ്. ഇങ്ങനെയാണ് ഒരാൾ ഇതിലേക്ക് വരുന്നത്. അതിൽ 46.85 ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഇത് വരുന്നത്. സോ അതിനൊരു കട്ട് ഓഫ് ചിലപ്പോൾ കാണും 45.45 എന്നുള്ള കട്ട് ഓഫ് ഇട്ടാൽ ഇയാൾ വിജയിച്ചു എന്നർത്ഥം. വളരെ ചെറിയ ഇതിലായിരിക്കും. അവിടെ നിങ്ങളുടെ ഓരോ GD ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും ഒക്കെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ മെയിൻസിൻ്റെ മാർക്കാണ് കൂടുതൽ വിലപ്പെട്ടത്, അതോർക്കുക. സോ ഇതാണ് നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനും ഇതിനു വേണ്ടി ആഗ്രഹിക്കാനും ഇതിനു വേണ്ടി കഠിനപ്രയത്നം ചെയ്യേണ്ടതും. സോ നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. അപ്പോൾ വെറുതെ നോട്ടിഫിക്കേഷൻ പറയുകയല്ല ചെയ്യേണ്ടത്, കുട്ടികൾക്ക് അതിലേക്ക് വെളിച്ചം വീശി കൊടുക്കുക. SBIPO എന്ന് പറയുമ്പോൾ എല്ലാവരും ചാടിക്കയറി അപ്ലൈ ചെയ്തോളാൻ എല്ലാവരും പറയും. കാരണം ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് 15 ലക്ഷത്തിന് മേളിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും പ്രസ്റ്റീജിയസ് പോസ്റ്റാണ് SBIPO. പക്ഷേ നിങ്ങൾക്ക് രാജാവാകണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ രാജാവാകാൻ പറ്റില്ല. നിങ്ങൾ വളരെ പ്രതിസന്ധികൾ കടന്നു വേണം മുന്നോട്ട് പോകാൻ. അതുപോലെ തന്നെയാണ് SBIPOയുടെയും കാര്യം. കഠിനമായി അധ്വാനിക്കുന്ന, കഠിനമായി ഇതിനു വേണ്ടി മാത്രം നോക്കിയിരിക്കുന്ന, പെർസിസ്റ്റൻറ്റ്, അതിനുവേണ്ടി തന്നെ തയ്യാറെടുത്ത് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ഞാനിത് തരണം ചെയ്യും, വീക്ക്നെസ്സുകളെ ഓവർകം ചെയ്യും എന്ന് കരുതി അതിനായി നോക്കിയിരിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് SBIPO. സോ നിങ്ങൾ SBIPOയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങിക്കൊള്ളുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ പണ്ട് തൊട്ടേ തുടങ്ങിയിട്ടുള്ളവർ ഒരുങ്ങിക്കൊള്ളുക അതിലേക്ക് വരാൻ. സോ എല്ലാവരും അപ്ലൈ ചെയ്യുക SBIPO എന്താണെന്നറിയാൻ. സോ എല്ലാവർക്കും നല്ലൊരു വിജയം നേരുന്നു. SBIPOയിലേക്കുള്ള കാര്യങ്ങൾ വിജയം നേരുന്നു. ഓർക്കുക, വിജയം ഹാർഡ് വർക്ക് ചെയ്യുന്നവരുടെ കൂടെയാണ്. ലക്ക് എപ്പോഴും. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.